ഏറ്റവും കൂടുതൽ ഇപ്രാവശ്യത്തെ ബിഗ് ബോസിൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു പേരായിരുന്നു ജാസ്മിൻ ജാഫറുടേത്. ജാസ്മിനും ഗബ്രിയും കൂടി അതിനകത്ത് കാണിച്ചു കൂട്ടിയതിനൊക്കെ തന്നെയാണ് പുറത്ത് ട്രോളുകൾ വന്നതെന്ന് പറയാം. ഇതിൽ ഗബ്രി പുറത്തായെങ്കിലും ജാസ്മിൻ ഇപ്പോഴും അതിനകത്തുണ്ട്. എന്നാൽ ജാസ്മിന് ഒരുപാട് നല്ല PR വർക്ക് പുറത്ത് നടക്കുന്നുണ്ട് എന്നാണ് പ്രേക്ഷകരുടെ തന്നെ കണ്ടെത്തൽ. അതുപോലെ തുറന്നു പറഞ്ഞെത്തിയിരിക്കുകയാണ് ജാസ്മിൻ്റെ മുൻ കാമുകനും വിവാഹമൊക്കെ ഉറപ്പിച്ചിരുന്ന ജാസ്മിൻ്റെ സുഹൃത്തു കൂടിയായിരുന്ന മുന്ന തന്നെയാണ് ഇക്കാര്യം ജാസ്മിൻ്റെ ആരാധകർ തന്നെ മോശമായി ചിത്രീകരിക്കുന്നു എന്ന രീതിയിൽ പറഞ്ഞെത്തിയിരിക്കുന്നത്. തൻ്റെ ഇൻസ്റ്റഗ്രാം പേജിലൂടെയാണ് മുന്ന ഇക്കാര്യങ്ങൾ പറഞ്ഞെത്തിയിരിക്കുന്നത്. തൻ്റെ ഫോട്ടോയ്ക്കും സ്റ്റോറിക്കും താഴെ വന്ന് മോശമായി കമൻറ്റുകൾ ഇടുന്നുവെന്നും തന്നെക്കുറിച്ച് മോശമായുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുവെന്നൊക്കെ പറയുന്നുണ്ട്. എന്തൊരു ശവങ്ങളാണ് ഈ ജാസ്മിൻ്റെ PR ടീം അല്ലെങ്കിൽ ജാസ്മിൻ ആർമി എന്ന് പറഞ്ഞു തുടങ്ങുകയാണ് മുന്ന ഈ വീഡിയോയിൽ. എല്ലാവരോടും ഉണ്ടാക്കുന്നത് പോലെ എൻ്റെ അടുത്ത് വന്ന് ഉണ്ടാക്കരുത്, ഓരോന്നിനും പണി തന്നിരിക്കും, അതിനിപ്പോൾ ഏതറ്റം വരെ പോയാലും ശരി, ഞാൻ ഉറപ്പായും നിങ്ങൾക്കൊക്കെ പണി തരും എന്നുള്ളൊരു ചെറിയ വാണിംഗ് ഭീഷണിയും കൂടിയാണ് ഇപ്പോൾ മുൻ കാമുകനായിരുന്ന മുന്ന നടത്തിയിരിക്കുന്നത്. ഇവർ പറയുന്ന പോലെ 10 പേര് എന്നെ അറിയുന്നത് അവളെ വീഡിയോസ് കണ്ടിട്ട് തന്നെയാണ്. അത് വേണ്ടിയില്ലായിരുന്നു എന്ന് ഇപ്പോൾ അബദ്ധമായി എന്നും തോന്നുന്നു. എന്ത് തന്തയില്ലായ്മയാണ് നിങ്ങൾ ഈ കാണിച്ചു കൂട്ടുന്നത്? ആർമി അല്ലെങ്കിൽ PR ടീം അവളെ അവിടെ വോട്ട് ചെയ്ത് വിന്നറാക്കുക, അല്ലാതെ ബാക്കിയുള്ളവരുടെ കമൻറ്റ് നിങ്ങളെ സംസ്കാരമില്ലാത്തത് പറയുകയല്ല ചെയ്യേണ്ടതെന്ന് ഇപ്പോൾ മുന്ന പറയുന്നുണ്ട്. അതിനുശേഷം തന്നെ തൊട്ട് പിന്നാലെ ഒരു പരുന്തിൻ്റെ സിമ്പലും കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഉയരും എന്നും പറന്നുയരുമെന്നും എന്നെ നിങ്ങൾക്ക് മോശമായി ചിത്രീകരിക്കാനാകില്ല എന്നൊക്കെയാണ് നിരവധി പേർ പറയുന്നത്. ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ചിത്രങ്ങൾക്ക് താഴെ വന്ന് നല്ലോണം മോശമായുള്ള കമൻറ്റുകൾ ചെയ്യുന്നുണ്ട്. ഒരുപാട് പാണ്ടിലോറിയുടെ അടിയിൽ നിന്ന് തലനാഴിക്ക് രക്ഷപ്പെട്ടതാണ്, എൻഗേജ്മെൻറ്റ് കയ്യിൽ പിടിച്ചാലും ഞെക്കില്ല, ജാസ്മിൻ ഒരു നല്ല പെണ്ണാണ്, ആരുടെ വാക്ക് കേട്ടിട്ടും ഒരു പെണ്ണിനെ മോശം പറയരുത്, ജാസ്മിനെ പോലത്തെ ഗേളിനെ കിട്ടാൻ ഭാഗ്യം ചെയ്യണം, ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടുള്ള കമൻറ്റുകളാണ് ഇതിന് താഴെ കൂടുതലും വരുന്നത്. മുന്നക്ക ഇപ്പോൾ 10 പേര് അറിയുന്നുണ്ടെങ്കിൽ അത് ജാസ്മിൻ കാരണം തന്നെയാണ്. മുന്നയ്ക്ക് ജാസ്മിൻ എത്രയും ഇഷ്ടമായിരുന്നു എന്ന് എല്ലാവരും കണ്ടതാണ്. പിന്നെ വീട്ടുകാർക്ക് വേണ്ടി കേട്ടോ എന്തിൻ്റെയും പേരിൽ ജാസ്മിനെ ഒഴിവാക്കിയതല്ലേ? ഒരു നല്ല തൻ്റെ ഇടമുള്ളൊരു കുട്ടിയോൾക്ക് നല്ല ലൈഫ് കിട്ടുമെന്ന് നെഗറ്റീവ് പോസിറ്റീവ് ഒക്കെയാകും. ഇങ്ങനത്തെ രീതിയിൽ ശരിക്കും പറഞ്ഞാൽ ജാസ്മിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ഭൂരിഭാഗം പേരും ഇപ്പോൾ ഇതിന് താഴെ കമൻറ്റ് ചെയ്യുന്നത്. സനൽ മുണ്ടോടൻ എന്ന പേരിൽ മുന്ന എബ്രഹാമിൻ്റെ ചിത്രങ്ങൾക്ക് താഴെയാണ് നിരവധി പേർ കമൻറ്റുമായി എത്തിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനോടൊപ്പമുള്ള ചിത്രങ്ങൾക്ക് പോലും ഈ കമൻറ്റുകൾ തന്നെയാണുള്ളത്. അദ്ദേഹം എന്ത് ചിത്രം പങ്കുവച്ചാലും അതിന് താഴെ ഇത്തരത്തിൽ കമൻറ്റ് ചെയ്താണ് എല്ലാവരും വരുന്നത്. ബ്രോ, നിങ്ങൾ ജാസ്മിനുമായിരുന്നു ബ്രേക്കപ്പ് ആയിട്ട് അഫ്സലുമായുള്ള റിലേഷൻഷിപ്പിൻ്റെ പേരിലാണോ? നിങ്ങളുടെ ബ്രേക്കപ്പ് അനൗൺസ്മെൻറ്റും അഫ്സലുമായുള്ള റിയാക്ഷൻ ടൈമും പീരീഡ് ടൈമിൽ നോക്കുമ്പോൾ ബ്രേക്കപ്പിന് 1-2 മന്ത് മുന്നേ റിലേഷൻഷിപ്പ് ഇല്ലായതുപോലെ തോന്നുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെയാണ് സംശയമായി തന്നെ നിരവധി പേർ ഇദ്ദേഹത്തിനടുത്ത് ചോദിക്കുന്നത്. എന്നാൽ ഇങ്ങനെ ചോദിക്കരുതെന്നും ജാസ്മിനുമായി എനിക്ക് യാതൊരു ബന്ധവുമില്ല എന്ന് നിങ്ങൾ കരുതിക്കൊള്ളൂ എന്നുമാണ് മുന്ന ഇതിനു മുൻപ് പറഞ്ഞത്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.